താങ്കൾ തന്നെയാണ് ആദ്യമേ CPM-ന്റെ ഈ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. അതെ, എന്ത് ചോദ്യത്തിനാണ് താങ്കൾക്ക് മറുപടി കിട്ടാത്തത് എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. എന്റെ ചോദ്യം എന്റെ അത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്, വ്യക്തമാക്കാൻ വേണ്ടി ആളുകളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആളുകളോട് ഞങ്ങൾ എല്ലാ ദിവസവും ക്ലിയർ ചെയ്യുന്നത്. ഞങ്ങളൊന്നും മുഖ്യമന്ത്രിയെ പോലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയാതെ എഴുന്നേറ്റ് പോവുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നവരില്ല. എല്ലാ ദിവസവും രാവിലെ പിന്നെ താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണ്. ഈ കാര്യത്തിലെല്ലാം ഞാൻ നല്ല ക്ലാരിറ്റിയോടുകൂടി മറുപടി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും വന്നിട്ട് അതേ ചോദ്യം ഈ കൈരളിക്കാരനും ദേശാഭിമാനിക്കാരനും ചോദിക്കുന്ന പോലെ താങ്കൾ ആവർത്തിച്ച് അതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിൽ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി അതേ ചോദ്യങ്ങൾ തന്നെ താങ്കൾ ചോദിക്കുകയാണ്. അതാണ് ഞാൻ താങ്കൾക്ക് ഒരു അജണ്ട ഉണ്ടെന്ന് പറഞ്ഞത്. ശരി, ഞാനത് ഞാൻ വിടുകയാണ്. ശ്രീ സതീശൻ, 5 ഗ്യാരണ്ടി കോൺഗ്രസിൻ്റെതായിട്ട് അല്ലെങ്കിൽ UDF-ൻ്റെതായിട്ട് മുന്നോട്ട് വെച്ചു. ഈ 5 ഗ്യാരണ്ടി നടപ്പാക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങൾ പറയുന്നു. പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക നില അതിന് അനുകൂലമാണ്. സാമ്പത്തിക നില അനുകൂലമല്ല. സാമ്പത്തിക നില ഞങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഓഫർ കൂടിയാണ്. ഗവൺമെന്റ് എവിടെയെല്ലാമാണ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം ഞങ്ങൾക്ക് ബദൽ പദ്ധതികളുണ്ട്. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണെന്ന് ഞങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. ആ ഖജനാവിനെ മെച്ചപ്പെടുത്തി ഞങ്ങൾ ഈ പദ്ധതികൾ കൊണ്ടുവരും. അല്ലെ ഇതുപോലെ ഖജനാവ് പോയി കഴിഞ്ഞാൽ കേരളം ഉണ്ടാവുമോ? അല്ല, അതിലിപ്പോ KSRTC-യിലെ സൗജന്യ യാത്ര എന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് KSRTC-യെ ഇപ്പോൾ നിലവിൽ ഏകദേശം വരവും ചെലവും ഒരുപോലെ ആക്കി നിർത്തിയിരിക്കുന്നത് LDF ഗവൺമെന്റ് ആണ്. വീണ്ടും അതിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് അവിടുന്ന് വരുന്നത്. നിങ്ങൾക്ക് ഇത് കണക്കറിയില്ലാത്തതുകൊണ്ടാണ് അവരൊരു ആരോപണം ഉന്നയിച്ചു. UDF-ന്റെ കാലത്ത് 250 കോടിയെ കൊടുത്തിട്ടുള്ളൂ KSRTC-ക്ക് എല്ലാ വർഷവും. അവർ 1500 കോടിയാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞങ്ങളല്ല, ഇപ്പോൾ 47,000 ജീവനക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 250 കോടി കൊടുത്താലും അത് സക്സസ്ഫുൾ ആയിട്ട് പോകുമായിരുന്നു. ഇപ്പം 22,000 ജീവനക്കാരാണ് KSRTC-യിലുള്ളത്. എന്നിട്ട് ഇവർക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരുവാണ് ഗവൺമെന്റിന്. അപ്പോൾ ആരാണിത് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നത്? 5000 ചില ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞങ്ങളുള്ളപ്പോൾ. 47,000 ജീവനക്കാരും. എന്നിട്ട് ഞങ്ങൾക്ക് 250 കോടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? KSRTC നന്നായി പോയിക്കൊണ്ടിരുന്നു എന്നാണ്. ഇപ്പോൾ 22,000 ജീവനക്കാരും 3000-ൽ താഴെയുള്ള ഷെഡ്യൂളുമായി. എന്നിട്ട് ഇതൊക്കെ ഈ ക്യാപ്സ്യൂളുകളാണ്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ KSRTC, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSEB, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇതെല്ലാം സെൽഫ് റിലയൻ്റ് ആക്കാനുള്ള സ്കീം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ചെറിയ തുകയെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നാവുള്ളൂ സബ്സിഡി കൊടുക്കാൻ. ശരി. അതേസമയം ഇപ്പൊ KSEB-യുടെ പറഞ്ഞുകൊണ്ട് പറയാണ്, KSEB-യുടെ ഇപ്പൊ 5 വർഷത്തെ UDF ഭരണകാലത്തും ഇപ്പോഴത്തെ ഭരണകാലത്തുമുള്ള വ്യത്യാസം ആണ് അവരുടെ ഒരു പ്രചാരണ ആയുധങ്ങളിലൊന്ന്. അത് പിന്നെ ലോഡ് ഷെഡിങ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അല്ല, അത് കറക്റ്റാണ്. എന്താ കാര്യം എന്നറിയാം? VS അച്യുതാനന്ദന്റെ കാലത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലോഡ് ഷെഡിങ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോഡ് ഷെഡിങ് ഉണ്ട്. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ പവർ കോറിഡോർ വന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി സാറും ആര്യാട് സാറും അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഭംഗിയായിട്ട് ഈ പവർ കോറിഡോറിൽ കേരളത്തിനെ കൂടി ഉൾപ്പെടുത്തി. അങ്ങനെയാണ് അവസാന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ലോഡ് ഷെഡിങ് ഇല്ലാതായത്. ഇനി വേറൊരു കാര്യം കൂടി കേട്ടോ. UDF ഗവൺമെന്റിന്റെ കാലത്ത് KSEB ലാഭത്തിലാക്കി. എന്നിട്ട് 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഈ പവർ കട്ട് ഇല്ലാതാക്കി. UDF-ന്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാൻ. മനസ്സിലായിക്കൊള്ളാം. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ്. ഞങ്ങൾ 1 വർഷം മേടിച്ചു. ഈ ഗവൺമെന്റ് 7 വർഷം മേടിച്ചു. അതിനുശേഷം ഇവരത് റദ്ദാക്കി. കരാറിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. 8 കൊല്ലം വൈദ്യുതി മേടിച്ചിട്ട്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി 25 കൊല്ലത്തേക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പം മേടിക്കാൻ എത്ര രൂപയ്ക്കാണെന്നറിയാം? 8 രൂപ മുതൽ 14 രൂപ വരെ. അങ്ങനെ വൈദ്യുതി ബോർഡ് രൂക്ഷമായ നഷ്ടത്തിലായി. 50,000 കോടി രൂപയുടെ നഷ്ടമാണ്. ലാഭത്തിൽ UDF ഗവൺമെന്റ് ആക്കിയ വൈദ്യുതി ബോർഡ് ഇവർ 50,000 കോടി രൂപയുടെ നഷ്ടത്തിലാക്കി. എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ബില്ലിൽ ഇപ്പോൾ ഇരുണ്ട കാലം മാറി എന്ന് എഴുതി കൊടുക്കുന്ന വെറും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ആ കാലത്താണ് അത് ശരിയാക്കിയത്. പവർ കോറിഡോറിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഇപ്പം മിക്ക സ്റ്റേറ്റിലും ഇല്ല പവർ കട്ട്. മിക്ക സ്റ്റേറ്റിലും പവർ കട്ടില്ല.
അത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പം ഇവർ വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് പറഞ്ഞു. 2 വർഷം ഞാൻ 24, 25, 25, 26 ചെക്ക് ചെയ്തു. 24, 25 90% നഷ്ടം ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ എങ്ങനെ ലാഭം എന്ന് പറയുന്നത്? എന്നിട്ട് ബാക്കി തുക ആണ് നഷ്ടം, അത്രയും നഷ്ടമുള്ളതെന്ന് പറയുകയാണ്. 90% എമൗണ്ട് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു. ഈ പ്രാവശ്യം 75% നഷ്ടം ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു. ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തിട്ട് ആരുടെ പൈസയാണ്? എന്നിട്ട് വൈദ്യുതി ബോർഡ് ഇത്രയും നഷ്ടമുള്ളതെന്ന് പറയാണ്. നഷ്ടം ടേക്ക് ഓവർ ചെയ്ത്. അപ്പോൾ പച്ചക്കള്ളവും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ്.